ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അവിടെ എന്ത് പരിപാടിയാണെന്നൊക്കെ ഈ വ്ളോഗിൽ കൂടെ കാണാം. അപ്പോൾ റെഡിയായി, ഇനി നേരെ ഓഫ് ടു കാട്ടാക്കട കുറച്ച് പരിപാടിയുണ്ട്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജെർണിയും പിക്ക് ചെയ്ത് നേരെ അങ്ങ് ബാലരാമത്ത് പോകും. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ കാട്ടാക്കട വന്നിരിക്കുകയാണ്. ഇപ്പം വരും, വണ്ടി അവിടെ ഒതുക്കി വെച്ച് 9 മണിയാകുമ്പോൾ വരാന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി. ഈ ഗൈസ് അപ്പം അങ്ങനെ ജെർണിയും പിക്ക് ചെയ്ത് നേരെ അവിടെ ബാലരാരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജയ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. സഞ്ജയ് വിളിച്ചിട്ട് എടുത്ത് അവൻ്റെ അനിയത്തിനെ എടുത്തേന്ന് തോന്നുന്നത്. അവ ഇപ്പോൾ എവിടെ പിക്കാണ്. അതവിടെ വഴി അറിഞ്ഞിടാത്തതുകൊണ്ട് ഇപ്പോൾ സൈഡിൽ ഒതുക്കി വെച്ചോണ്ടിരിക്കുകയാണ് വണ്ടി. സംഭവം വഴി അറിഞ്ഞിടാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാണ് കേട്ടോ. 10:30 അവിടെ പരിപാടി. ഇതിൻ്റെ അങ്ങോട്ട് പോയ നമ്മുടെ അമ്മാമയിലെ ഫാമിലിയിലെ വീടൊക്കെ ഇതിൻ്റെ അങ്ങോട്ടാണ്, ഇതിൻ്റെ പുറകിലോട്ട്. ഇത് അവിടെ കൂടെ വഴിയുണ്ട്, അവിടെ കൂടെ പോകാൻ വേണമെങ്കിൽ. ഗൈസ്, അപ്പോൾ അങ്ങനെ സഞ്ജയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അവൻ്റെ റൂമാണ്. അവൻ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയി. ഇവത് അവിടെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ പ്രോട്ടീൻസ് അവൻ്റെ റൂം ഇതാണ് ഗൈസ്. ബിസി ഇതവിടുത്തെ ഹാൾ. നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് എത്തിയതാണ് കേട്ടോ. ഇതാണ് ഓവർവ്യൂ. നമ്മളെ ബൈക്ക് പോയിരിക്കും. ഏത് പഴയത്? ഓഹോ, ഇത് വലിയ ചണ്ടി. നിന്റെ വലിയ ചണ്ടി. ചെരുപ്പില്ലാതെ കാരണം പുള്ളി ഓഫ് ടു സഞ്ജയ്. ഓ, ടർഫ് എൻട്രി ഫീസ് എത്ര? കൊള്ളാട്ടാ. നമ്മളിത് അവിടെ കൂടെ ആയിരുന്നു വന്നത്. പ്രോട്ടീൻ വാങ്ങണാടേ. ജിമ്മാണ് പ്രോട്ടീൻ. എവിടെ ലൈറ്റ്? ഗൈസ്, ശ്രേയസ് ഇവിടെ ഒന്ന് അതോ വിൻറ്റേജ് റേഡിയോ എഴുതി പഠിച്ചിട്ട് വന്നേ. നിനക്ക് എങ്ങനെ മനസ്സിലായി ഇത് ഞാൻ ഇവിടെ ഇത് പറയുന്നു? കഴിവ് തന്നെ. അങ്ങോട്ട് നോക്കണ്ട. സ്വിച്ച് ഓൺ തന്നെയല്ലേ? എന്നൊരു വശമുണ്ട്, ഞാൻ കാണിച്ചു തരാം. USB ഇങ്ങനെയൊക്കെ പുതുക്കി വെക്കണം. അപ്പൊ അനങ്ങനെ ഉണ്ടാ ഞാനൊന്നല്ല പറഞ്ഞു, ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് ചിപ്സ്, പഴം കഴിച്ചില്ലല്ലേ? കഴിച്ചിട്ട് ഒഴിയാ ഒരച്ച് കഴിവ് വേണ്ട. അവൻ കഴിവില്ല. ഓ, വേറെ തരും. വിറ്റാമിൻ ഡി വേണ്ട.
ഗായ്സ് അങ്ങനെ നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. അവൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നീ ക്യാമറ പിടിച്ചോ. അറിഞ്ഞൂടാ എന്തിനാ ജീവി മരുന്നടിക്കാൻ പോണത് സൺസ്ക്രീൻ. ഓ നല്ല ബ്യൂട്ടി. ഇവിടേക്ക് കണ്ട കേസ് എന്ത് കിട്ടുന്ന വ്യൂ. രമണീയായിട്ട് പറഞ്ഞ സ്ഥലമൊന്നും അതും അവന് വെയിലത്ത് തന്നെ ഇരിക്കും. അതെ ഇതിന്റെ വെയിലത്ത് തന്നെയല്ലേ കയറിയിരിക്കുന്നത്. ഇവിടെ വെയിലുണ്ടോ? കണ്ടുകൂടെ കൂടെ ഇളക്കി മാറ്റി. അയ്യോ കാട് പിടിച്ചത് വേണോടാ കളവാഴ. അടി ഇതാണ് നീ പറഞ്ഞ ആമ്പല് ചെടി നല്ല ഭംഗിയത്. ആ ഇല ഉണ്ടല്ലോ മഞ്ഞൾ ചീക്കണ ആ സാധനം ഞാൻ ആറ്റിന്റെ കാര്യന്ന് നമ്മളവിടെ അവിടെ ഉണ്ടോ അതിനെ കൊണ്ടുവന്ന് ഞാൻ അവിടെ കുളത്തിൽ വെച്ചു കേട്ടാ. ഒരാഴ്ച കൊണ്ട് കുളത്തിൽ 3/4 ഭാഗം വെള്ളം അത് വലിച്ചെടുക്കും. ഭയങ്കര വെള്ളം. ആ കൊളവാഴയും കൂടെ കൊണ്ട് നറ. കുളവാഴ എന്റെ ഉണ്ട് കുഴപ്പം. എന്റെ ടീമല്ല മീനിനെ കൊണ്ട് ഒളിച്ചിരിക്കാൻ ഇത് കൂടെ. ഇതിപ്പോ ഈ കോമ്പറ്റീഷനിലാണ് പൊങ്ങി വരും. ഞാൻ ഇതേപോലെ നല്ല വലിയ കുളവാഴ എന്നെ കൊണ്ടിട്ടാ നല്ല ആമ്പലൊന്നും പോത്തില്ലേ അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂ. അന്യഗിരി ജീവി പോ. എന്തിനാ ഊരി വേട കൂടെ നടക്കുന്ന നമുക്ക് നാണക്കേട്. ഹെൽമെറ്റും വെച്ച് കണ്ണാപ്പി ലുക്കില് പുതിയ ഇലകളും ചെറിയ ചെറിയ എത്ര നല്ല മുഴ ചെറിയ ഇല അവിടെ എന്താ ഗൈസ് ഇവിടെ നല്ല കിടലും പിയുണ്ട്. ഓ മാറി നിറക്കാൻ വെക്ക പേര്. പിന്നെ കൂടെ നടക്കുന്നവന്മാർക്ക് എന്താ അറിയാം. എന്നായിരുന്നു ചാട് എന്തോ ബോട്ട് കിടക്കണം. നമ്മൾ അതില് വരാം. ആളുണ്ടോ അതില്? ആള് കിടക്കണം. കിടക്കണ്ട കണ്ടില്ല ഗൈസ് കിടലം വ്യൂ. ഗൈസ് ആ പുതപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ആള് കിടക്കണേ. അപ്പൊ നേരത്തെ കിടന്ന ആളല്ല കേട്ടാ. ആളല്ല പെട്ടെന്ന് കണ്ടില്ലേ. ഞാനും ആദ്യം വിചാരിച്ച് അടിപൊളി കാറ്റ്. അങ്ങോട്ട് പോകാൻ പറ്റൂല. അവിടെ നീന്തണം തോന്നണ്ട കൊറേ പേര്. സുമിതാലോ അതാ വേറെ എന്തെങ്കിലാണ് വെള്ളമൊക്കെ തെറിയുന്നുണ്ട് വേറെ. അയ്യോ ഇവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചില്ലറ കുഴപ്പമില്ല വലിയ എന്തോ ആണ്. ഹെൽമെറ്റ് എടുത്തറിയടാ. എന്റെ മോനെ കണ്ണാപ്പീൻ പീക്ക്. എടാ ഇതില് വണ്ടിയിലെടുത്തേടാ. ഇവിടെ കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും വരെയൊക്കെ പോകാൻ പറ്റും. വാ ഗൈസ് മാനത്തണ്ണി മീന് എന്ത് വേണ്ടാ മീന് പൊങ്ങിക്കന്. മാനത്തണ്ണി മീനെന്ത് പൊങ്ങിക്കന് എപ്പോഴും. എന്ത് തന്നില്ലേ മെസ്സേജ് റിപ്ലൈ. ഇനി പട്ടിശ കാണിക്കാൻ്റെ ഇതില്ല പൊട്ടിപ്പോയി. ഒറ്റ സെറ്റെന്നത് എത്ര രൂപയുടെ സാധനം. ഞാൻ ഒറ്റ സെറ്റെന്നതാ ഈ ഗൈസ്. അപ്പോ സഞ്ജയിലെ വീട്ടിൽ പോയിട്ട് വന്ന് കയറിയപ്പോ എന്താ ഒരു കൊറിയറൊക്കെ ഇരിപ്പുണ്ട്.
പോയി എന്തോന്നാണെന്ന് നോക്കാം. ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. 3 മണിയായിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് ടൈം 3 മണി. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇതെന്താണ് എനിക്ക് തോന്നുന്നു മറ്റേ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡത്തിൽ വെക്കുന്ന ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അതായിരിക്കും, അത് കാണിച്ചു തരാം. സംഭവം ഫുള്ള് കിടലും പാക്കിങ്ങിൽ ഇരിപ്പുണ്ട്. തുറക്കാം. ട്രൈപോഡ് എടുത്തിട്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു സാധനം വരും എന്ന്. ഒരുവിധം പാക്കിങ് തന്നെയാണ് ഗൈസ്. സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, അതായത് UPS. നമ്മുടെ ഇതേപോലെ മോഡത്തിലൊക്കെ വയ്ക്കുന്നതാണ്. ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ നമുക്ക് നെറ്റ് കിട്ടത്തില്ല. അതിന് പകരം നമ്മുടെ ഈ മോഡം ഉണ്ടെങ്കിൽ, മോഡത്തിൽ ഈ സാധനം കൂടെ വയ്ക്കുകയാണെങ്കിൽ സംഭവം നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നെറ്റ് കിട്ടും 5 മണിക്കൂർ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ വ്ളോഗിൽ ഡീറ്റെയിൽ പറയുന്നില്ല. എങ്ങനെ നടക്കുന്നത്? ഓക്കെ, ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പെയ്ഡ് പ്രൊമോഷനൊന്നല്ല, അല്ലാതെ എൻ്റെ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. വൈകിട്ടാകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം, അത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുള്ള് ബ്ലാക്ക് കളറിൽ വരുന്നത്. വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറേ ആക്രി പേപ്പറുകൾ ആവശ്യമുള്ള സാധനം തന്നെയാണ്. കണ്ടില്ലേ, പിന്നെ ഒരു ജാക്ക്, 2 ജാക്ക്, ഇതൊക്കെ ഇതിൽ കണക്ട് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഓക്കെ, സമയം 3:09 അവിടെ നിന്ന് പെട്ടെന്നായിരുന്നു ഇറങ്ങിയത്. പിന്നെ വെള്ളയാണിയല്ല, കാക്കാമൂല കായൽ പോയി. വെള്ളയാണി പോകാമെന്ന് വിചാരിച്ചാണ്, പിന്നെ ടൈമില്ല. അതുകൊണ്ട് പെട്ടെന്ന് കാക്കാമൂല കായലൊക്കെ കണ്ട് ഇന്ന് പോന്നായിരുന്നു.